ഗൈസ് വെൽക്കം ബാക്ക് ടു അറ്റ്ലാന്റിക് ഗെയിം ബ്രോ. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ കമലയുടെ സെക്കൻഡ് പാർട്ടാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോയ്ക്ക് നിങ്ങൾ ആരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. അപ്പം ഗൈസ് നമുക്കിനി മൂന്ന് സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ആ ബെഡ്റൂം കീ കിട്ടിയത് ഗൈസ്. അതൊരു ഇതാണ്ട് ഞാൻ കാണിച്ചു തരാം. ആ ഫ്രണ്ടിൽ ഒരു ഡോറുണ്ട്, ആ ഡോറ് പോയപ്പം എടുത്തപ്പം നമുക്ക് ആ ബെഡ്റൂം കീ കിട്ടിയോ. അപ്പോൾ ഗൈസ് നമ്മളത് എഡിറ്റ് ചെയ്തപ്പം നമുക്കത് കിട്ടിയില്ല, കണ്ടോ. അപ്പം ഗൈസ് നമ്മൾ അന്ന് കളിച്ച ഗെയിം നമ്മുടെ കയ്യിൽ നിന്ന് പോയതിന് ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. അല്ല സർപ്രൈസ് അല്ല, ഒരു ചാലഞ്ച് ചെയ്യാം ഗൈസ്, നിങ്ങൾ 10K ലൈക്ക് വരുവാണെങ്കിൽ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി 3 സാധനങ്ങൾ വെക്കണം. ആ ഗെയിം ഫുള്ളായിട്ട് തന്നെ പോയി. അപ്പം നമ്മൾ വീണ്ടും കളിച്ച് ഇവിടെ വരെ എത്തിച്ചേക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി 3 സാധനങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം നേരത്തെ ഒരു ബ്രോ പറഞ്ഞായിരുന്നു, മറ്റേ ഒരു ബ്രോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കമലയുടെ ഇട്ട വീഡിയോയ്ക്ക് ഒരു ബ്രോ പറഞ്ഞായിരുന്നു, ഈ എന്തായിരുന്നു ഈ ബെഡ്റൂം കീ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഒരു റൂം ഉണ്ടല്ലോ, ആ റൂമിൻ്റെ കീ ആണ് ഇത്. അന്നേരം നമ്മൾ ആ റൂം തുറന്നിട്ട് എന്തോ അയ്യോ ആ സാമ്പ്രാണിത്തിരി ഇട്ടിട്ട് എന്തോ ഒരു കലാഷ് പോട്ട് ആദ്യം കണ്ടുപിടിക്കണമെന്ന് ആ ബ്രോ പറയുന്നത്. അപ്പോൾ ഗൈസ് നമുക്കിനി ഇത് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പം ഇനി എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ ഗൈസ്, സോ ഗൈസ് കമ്മി വിളിക്കാൻ പോകുന്നു. നമ്മൾ സാധനം ചേച്ചി കൊല്ലത് കഴിച്ചു ചേച്ചി. ആൻഡ് വേറൊരു രസം ഗൈസ്, അവിടെ ഒരു വിഗ്രഹം ഉണ്ട്. ആ വിഗ്രഹം എടുക്കുമ്പോൾ മറ്റേ കമല നേരെ വന്ന് നമ്മളെ മറ്റേ ഫ്രീസ് ചെയ്യും. സോ ഗൈസ് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇനി ആ വിഗ്രഹം എടുക്കുമ്പോൾ മിക്കവാറും നമ്മളെ തട്ടും ഗൈസ്. കമല പോയെന്നില്ല, ഒരു തട്ടോടെ സാധ്യത കൂടെ ഗൈസ്. പുള്ളിക്കാരി നേരെ വന്നു തട്ടി ഗൈസ്. നമ്മളിനി മറ്റേ റൂമിൽ കൊണ്ട് ഇരുത്തും ഗൈസ്. സോ ഗൈസ് നമ്മൾ ഏതോ ഒരു ഗുണാക്കി കൊണ്ടുവന്ന് ആ തളച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി വീണ്ടും ഇവിടുന്ന് ലക്ഷ്യം കുറ്റാക്കൂടി എഴുതിട്ടാ ഗൈസ്. നമുക്കിനി ഈ ഒരു ഓരോ ഇഷ്ടുകയും അടിച്ചു കൊടുക്കണം. പുള്ളിക്കാരി ഇനി അവിടെ വല്ലതും ഉണ്ടോ ഗൈസ്. സോ ഗൈസ് നമുക്ക് സ്റ്റാമില്ലാതെ നമ്മളെ പെട്ടെന്ന് പിടിക്കപ്പെടും ഗൈസ്. കളക്കി മറ്റേ പെയിൻറ്റിങ് കഴിഞ്ഞൊക്കെ വന്നൊക്കെ കണ്ടില്ലേ, മറ്റേ സാരി നിറച്ച് കളറൊക്കെ ഇത് കഴിഞ്ഞ് ഏത് കാട്ടിലോട്ടാണ് പോകുന്നത്. എൻ്റെ പൊന്നടാവെ ഒന്ന് ശ്വാസം വലിക്കുന്ന നിർത്ത്. ഇവൻ്റെ മിക്കവാറും നമ്മൾ വിടുക ഗൈസ്. ഇനി നമുക്ക് നമ്മൾ റിസ്ക് എടുക്കുന്നുണ്ട് ഗൈസ്. നമുക്കിനി 2 ഹെൽത്തും കൂടെ ഉള്ളൂ. അപ്പം നമ്മൾ റിസ്ക് എടുക്കാതെ ഓരോന്ന് ഒളിച്ചൊളിച്ച് ചെയ്യുന്നുണ്ട്. ഇനി പുള്ളിക്കാരി അങ്ങോട്ട് പോയിട്ട് അതിനകത്തുള്ളത് ഗൈസ്. പുള്ളിക്കാരി എങ്ങാണ്ട് ക്യാമ്പ് ചെയ്തിരിക്കുക ഗൈസ്. നമ്മളിവിടെ 3/4 മണിക്കൂറോട്ട് ഇവിടെ കുത്തിയിരിക്കും. ഇത് വെച്ചിട്ട് പുള്ളിക്കാരി ക്രോസ് ചെയ്തിട്ടില്ല, അങ്ങോട്ടും പോയിട്ടില്ല, തെക്കോട്ടും പോയിട്ടില്ല, വടക്കോട്ടും പോയിട്ടില്ല. ഇതിലായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല ഗൈസ്. നമ്മളിവിടെ പൊട്ടന്മാറ കൊണ്ട് നമ്മളിവിടെ ഇരിക്കുക ഗൈസ്. 1/2 മണിക്കൂറത്തിൽ കുത്തിയിരിപ്പിന് ശേഷം പുള്ളിക്കാരി താണ്ട് നെറ്റി ഗൈസ്. പുള്ളിക്കാരി ചതിച്ച് ഗൈസ്. പുള്ളിക്കാരി പാതി വഴിക്ക് വന്നിട്ട് പുള്ളിക്കാരി പോയി. പുള്ളിക്കാരി ഇങ്ങനെ ചതിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഗൈസ്. മറ്റേ നെറ്റിയൊക്കെ ചുമന്ന LED ലൈറ്റൊക്കെ കത്തിച്ചോണ്ടാണ് വരുന്നത് ഗൈസ്. ഗൈസ് നാണ്ട് പോന്നു കമല, നമ്മളെ ചതിച്ച് ഗൈസ്. നമ്മളിനി ഏകാടത്തോട്ട് പോകണമല്ലോ. നമ്മൾ അങ്ങോട്ട് പോയി ഗൈസ്, നമ്മളെ ചതിച്ച്. നമ്മളൊന്നും നോക്കുന്നില്ല, നമ്മൾ മറ്റേ സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പം നമ്മളൊക്കെ നമ്മളെ വേണമെങ്കിൽ നമുക്കിപ്പം നമ്മൾ തന്നെ വേണം. ഓ ഗൈസ് നമുക്കൊരു
സമയം ഗൈസ് നമ്മളൊരു ആനയുടെ പസിലുണ്ടായിരുന്നല്ലോ, ആ ആനയുടെ പസിലാണ് തോന്നുന്നത്. ആനയുടെ അവിടെ പടം കാണിച്ചിട്ടുണ്ട് പുറയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട്. ഒന്ന് മണ്ടക്കോട്ട് ഒന്ന് സൈഡോട്ട് പെണ്ണുമ്പള വരുന്നുണ്ട്. ഗൈസ് പെണ്ണുമ്പള നമ്മുടെ മുന്നിൽ കൂടെ പോയി ഗൈസ്. ഓക്കെ നമുക്ക് പുറത്ത് വെച്ചിടാം. പോയ പോലെ മതി അവളവിടെ പോയ വെറുതെ. മണ്ടയ്ക്കോട്ട് സൈഡിലോട്ട് താഴോട്ട് റൈറ്റിലോട്ട്. ചെയ്ത് മുറിയ ഗൈസ്. മറ്റേ ഇന്നോട്ട് പിന്നെ എന്നോട്ടാണ് ഗൈസ്. അങ്ങോട്ടാണ് ഗൈസ്. എല്ലാം മറന്നു. പുള്ളിക്കാരി ഇവിടെ അടുത്താണ്. പുള്ളിക്കാരിക്ക് ഇരിക്കുന്നോ എൻ്റെ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഈ മറ്റേ മരുന്നുണ്ടല്ലോ, അതായത് പഞ്ചക കസ്തൂരി, അത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് മേടിച്ചു കൊടുക്കണമായിരിക്കും. മറ്റേ ഈ ഇതാരാ പുള്ളിക്കാരിനെ ഇറിറ്റേറ്റ് ചെയ്തല്ലോ ഗൈസ്. ചുമ്മാ കേസാ പുള്ളിക്കാരി വിൽ യു ലിബറേറ്റ് മീ? അതേടി ഞാൻ ലിബറേറ്റ് ചെയ്യുന്നു ഗൈസ്. പുള്ളിക്കാരിയുടെ വായിലോട്ട് ഇപ്പോൾ നമ്മൾ കയറിപ്പോയി. ഇനി പുള്ളിക്കാരി ഏത് കാട്ടിലോട്ട് പോയാൽ നമുക്ക് ഒരു എടുത്തോ ഇല്ല ഗൈസ്. ഇനി പുള്ളിക്കാരി പോകുന്നതല്ല നമ്മുടെ ഇവിടെ ഇരിക്കും ഗൈസ്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഇവിടെ ക്യാമ്പ് ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ്. ഇതുവരെ നമ്മുടെ പുള്ളിക്കാരി ഇതുവരെയായിട്ടും പോയിട്ടില്ല ഗൈസ്. ഈ സമയം കൊണ്ട് ഗൈസ് നമുക്ക് ഇവിടെ നഷ്ടപ്പെടില്ല. സംതിങ് ക്യാൻ ബി പ്ലേസ്ഡ് ഹിയറോ? ഇന്നസെൻ്റ് ആണെങ്കിൽ സിനിമയിൽ പോയി അഭിനയിക്കുന്ന ഭ്രാന്തി. നമ്മൾ ഇന്നസെൻ്റ് മാത്രമാണുള്ളത് ഗൈസ്. അവിടെ എന്തോ ഉള്ള പോലെ. എൻ്റെ പൊന്നി ചേച്ചി നോട്ട് ഗിഗിൾസ്, പ്രിങ്കിൾസ്, സേ പ്രിങ്കിൾസ്. ഓക്കെ, ഈറ്റ് 5 സ്റ്റാർ, ഡൂ നത്തിങ്. അതെല്ലാം ഒരെണ്ണം കമലയ്ക്ക് മേടിച്ചു കൊടുക്കണം. പുള്ളിക്കാരി ഇവിടെ ക്യാമ്പ് കണ്ട് ഈ കണക്ക് പോവാം. നമുക്ക് വെളിയോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. കമലേ, നീ മാത്രമല്ല ഒരു പ്രേതം, ഇവിടെ വേറൊരു പ്രേതം കൂടെ ഉണ്ട് ഗൈസ്. കണ്ടോ ഡോറ് തന്നാൻ അടയുന്നുണ്ടോ ഗൈസ്? അടയെ തുറക്കുക. കമല ഉറങ്ങും. ഞാൻ മാത്രമല്ല പ്രേതം, വേറെ ആരും എൻ്റെ മുന്നേ ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി. നമ്മൾ നേരെ പോയിരുന്നു. വളർച്ചപ്പോൾ 0.4. ഈ പുള്ളിക്കാരുടെ ചെലങ്ങയുടെ ശബ്ദം മാത്രം നമുക്ക് വന്നിട്ട് അറിയാൻ പറ്റുന്നത്. നമ്മൾ വീണ്ടും അവിടെ നിന്ന് കറങ്ങി അടിച്ച് നമ്മൾ ഇവിടെ വന്നു. പുള്ളിക്കാരി പോകുന്നതാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഇറങ്ങാൻ പോകുന്നത് നമ്മളെ കൊല്ലടാവേ. നമ്മളെ ഇറക്കാൻ സമയത്തില്ല. ഈ പുള്ളിക്കാരെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റേ പേടിച്ച് ബാക്കിലോട്ട് പോയ അതേ സ്പീഡിൽ എടേ ഒന്ന് മിണ്ടായിക്കോ. താൻ അവളെ വിളിച്ച് വരുത്തു പാടി. ഇവിടെ ഈ പുള്ളി വിളിച്ച് വരുത്തു. നമുക്ക് ഇറങ്ങി ആ ഒരു ലെഫ്റ്റിലോട്ട് പോയാൽ മതി. നമുക്ക് സാധനം എത്തി. ഫ്രണ്ടിലാണെങ്കിൽ എന്തോ ഒരു പെട്ടിയുണ്ട്, ആനയുടെ ശില്പം. നമുക്കിനി അത് തിരിച്ചാൽ അത് സംഭവം കിട്ടും. നമ്മളെ പോയാൽ തോന്നുന്നു ഗൈസ്. നമ്മളിനി ഇറങ്ങാൻ പോകണം ഗൈസ്.
അതിൻ്റെ ഇടയ്ക്ക് ആട് ഗൈസ്. ഇവിടെ അങ്ങനെ കമ്മലുണ്ട് ഗൈസ്. നേരെ പോകും. ഇവിടെ ഇനി ഒളിക്കുക ഗൈസ്. ഒളിക്കാൻ നോക്കുന്നു. ഇവിടെ കാണാൻ ഈ കമലാണ് ഉണ്ട് ഗൈസ്. കണ്ടോ, നമുക്ക് ആ ഒരു ഫ്രണ്ട് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ കോഡായിരിക്കും നമുക്ക് അവൻ്റെ ആ വിഗ്രഹം വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഗൈസ്. നമ്മളൊരു ഒളിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ ഇനി എന്തോ വെക്കാനാണോ ഇനി ആവും. ആറുമുറി പറഞ്ഞു കളക്റ്റബിൾസ് 6/8. ഇത് ഈ കളക്റ്റബിൾസ് കളക്ട് ചെയ്യാനുള്ള ഗുണം തന്നെയാണ്. എടുത്ത് ആണ്ടേ നല്ല ബെഡ്റൂം ഒക്കെ പിന്നെ in an accident practice of placing a space with atomic surface അറിയുന്നു. ഇത് തന്നെ സംഭവം എന്നാ സാധനം തന്നെയാണ് ഗൈസ്. ഇതാണോ ഇനി അവൻ പറഞ്ഞ് മറ്റേ ആ ബ്രോ പറഞ്ഞ് എന്തോ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു വര അതിന് നമ്മൾ വായിച്ചു തരുന്നു. അടുത്ത ആട് ഗൈസ്. ഈ ആട് കണ്ടിട്ടുണ്ട് നമ്മൾ മടുത്ത് ഗൈസ്. നമുക്ക് ആ വര കാണാം. അല്ലോ ഇപ്പം പോകാൻ തുടങ്ങിയത്. കമല ഇവിടെ എടുത്തങ്ങളുണ്ട് ഗൈസ്. ഈ കമല പോട്ടെ ഗൈസ്. വിളിച്ചു കഴിഞ്ഞു കണ്ടു. ഇത്ര എവിടെ ആകുമ്പോഴേക്ക് ഇതേന്ന് പോകാൻ വേണ്ടി ഗൈസ്. ഒരു മിനിറ്റ്, നമുക്കൊരു റെഡ് വര കൂടി വരുന്നതാണ്. നമുക്ക് ഞാൻ റിസ്ക് എടുക്കാൻ വയ്യ. ഇനി കമലൊന്ന് വന്നു പോട്ടെ ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ ഓർക്കും നമുക്ക് ഈ സ്മഗിൾ സ്റ്റിക്ക് കൊണ്ട് എന്തോ ഒരു സംഭവം കലാസ്പോട്ടൊക്കെ കണ്ടുപിടിക്കേണ്ട ഗൈസ്. നമുക്കിനി ആ ഫ്രണ്ടിൽ കാണുന്ന ആന സ്ലിപ്പ് നമുക്കൊന്ന് പോയി ചെയ്താലെന്ന് ഓർക്കുക ഗൈസ്. കമല ഇടുന്നുണ്ട് ഗൈസ്. എൻ്റെ ആ ചലങ്ങളെ ശബ്ദം കേൾക്കാം ഗൈസ്. കമലൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇത് താഴോട്ട് അല്ലായിരുന്നു. ഇതെനിക്കൊന്ന് നമുക്ക് ചാമ്പോറാണ് സെറ്റാക്കിയിട്ടുണ്ട്. സമയം നമുക്ക് റിസ്ക് എടുത്ത് ഒന്നും ചെയ്യണ്ട. നമ്മൾ ഇങ്ങോട്ട് വന്നു ഗൈസ്. പുള്ളിന്ന് മറ്റേ ഇതാവട്ടെ. നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നു ഗൈസ്. ആണല്ലോ ഇവിടെ പോടെ. ഇത് ഇവിടെ കാണാണ് ഗൈസ്. ഇപ്പം പിടിച്ചേനെ നമ്മളിവിടെ കാണുന്നുണ്ട് ഗൈസ്. ഇവിടെ കണ്ടെന്നാണ് നമ്മുടെ മറ്റേ തിരി കത്തിക്കുന്ന കാണിക്കുന്നേ. കാരണം ഇതിവിടെ കൂടിക്കൂടി ഈ വര കൂടിക്കൂടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ കാണുന്നുണ്ട്.
വന്നു കലാഷ് പോട്ടും കിട്ടി ഗൈസ്. കമല വന്നു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ പോയി ഒളിക്കാം. കാരണം അവിടെ പോയി നമുക്ക് ആ വിഗ്രഹം എടുത്താൽ പിന്നെ അവിടെ പോയി ഒളിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് തോന്നുന്നു അയ്യോ നമുക്കിനി 2 സംഭവങ്ങൾ എന്തൊക്കെയാണ് വെക്കേണ്ടത് ഗൈസ്. മറ്റേ ഇനിയും കലാഷ് പോട്ട് കിട്ടി ഗൈസ്. ഇനിയും പ്രെയർ ബുക്കും ചാമ്പോർ ഓൾറെഡി കിട്ടി. നമുക്കൊന്ന് ഇനിയും പ്രെയർ ബുക്ക് നമ്മൾ വീണ്ടും ഒന്നുകൂടെ അവിടെ വരെ പോകേണ്ടി വരും ഗൈസ്. ഇനി അത് കമല എന്ത് ചെയ്യാൻ 2 ലൈഫും കൂടെ ഉള്ളൂ ഗൈസ്. ഇനിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട. ഈ അണ്ടർഗ്രൗണ്ട് ഇവിടെ നമുക്ക് ആ വിഗ്രഹം അവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ ചാമ്പോർ എടുത്തിട്ട് വരാൻ നമ്മളെ ഒരു പ്ലാൻ. നമുക്ക് ഞാൻ പോയി വിഗ്രഹം എടുക്കണം. ഐ വിൽ ഡെവർ യു ടു. ഓക്കെ ഗൈസ്, ഇനി ആ വിഗ്രഹം എന്നെ എടുക്കണം. കമൽ ഇനി ഇവിടെ എടുത്താൽ കമലിപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് പോയി ഗൈസ്. ഇനി ഗൈസ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് നമുക്കിനി അവസാനം ഇനി ചാമ്പോർ എടുത്താലോ ആണ്. ഗൈസ് നമ്മൾ വീണ്ടും എടുത്താലോ ആണ്. നമുക്കെന്തോ ഇപ്പോൾ എന്തോ അവിടെ പുതിയതായിട്ട് നമുക്കിപ്പോൾ കമലാണ്. നമുക്കിപ്പോൾ അവിടെ 2 വിഗ്രഹങ്ങൾ കിട്ടി. ഒന്നെന്തോ പിന്നെ മറ്റേ എന്തായാലും അവിടെ കൊണ്ട് വെക്കണം. ടോക്കൺ എത്ര മണിയായി? ഈ 1 മണി കണ്ടുണ്ട് 4 മണി മാതിരിയാണ്. ഓക്കെ ഗൈസ്, നമുക്കിനി ഒട്ടും റിസ്ക് അല്ല. നമുക്കിനി 2 സാധനങ്ങൾ ഗൈസ്. നമുക്കിനി 2 സാധനങ്ങൾ, ചാമ്പോറും പ്രെയർ ബുക്കും. ഓക്കെ ഗൈസ്, നമുക്കിനി അതും കണ്ടുപിടിക്കണം. പ്രെയർ ബുക്ക് എന്തായാലും കിട്ടിയെന്ന് തോന്നുന്നു. കമല എന്തായാലും ഇവിടെ വരുന്നുണ്ട്. ഈ കട്ടിനങ്ങാണ്ട് മറച്ച് നോക്കണം, നോക്കാതിരുന്നാൽ മതിയാണ്. മറ്റേ ആ ശില്പം എന്തായാലും നമുക്ക് ഇപ്പോഴും പിടികിട്ടില്ല ഗൈസ്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടാതിരിക്കട്ടെ. താൻ ഇത് പറഞ്ഞ വല്ല ഗുണമുണ്ടോ? റിസ്ക് എടുത്തിറങ്ങുക. കമല വന്ന ഇവിടെ കാണുന്നുണ്ട് പുള്ളിക്കാരിയും കൊണ്ട് ഗൈസ്. നമുക്ക് ഇനി ഇവിടെ വെക്കാനുള്ള വിഗ്രഹമാണ്. ഇപ്പോൾ പുള്ളിക്കാരി ഈ മുറി കയറി നോക്കണം. ആ സ്പോട്ടിൽ നമ്മളിപ്പോൾ തട്ടു. നോ പൊടി വാഴേ ആൻഡ് ഈ പുള്ളിക്ക് ഒരു സാധനം മാത്രമേ വെക്കാവുള്ളൂ. ഈ പട്ടിപ്പണം മുന്നോട്ടാണ് പോകുന്നത്. ഗൈസ്, ഇനി നമുക്ക് അവിടെ പോയിരിക്കണം ഗൈസ്. നമ്മളിവിടെ എത്തി. പുള്ളിക്കാരി വന്നിട്ടുണ്ടോ? നമുക്ക് അണ്ടർഗ്രൗണ്ട് എന്തായാലും ഓപ്പൺ ആയി. എൻ്റെ പൊന്നാ ഒരു കാഴ്ച പോയി ഇതുവരെ ഇവിടെ ഇല്ല. നമുക്ക് ഇങ്ങോട്ടല്ല വണ്ടി. ഇവിടെ കാണാൻ ഒരു കോഡാണുണ്ട്. ഈ കോഡ് കണ്ടുപിടിക്കണം ഗൈസ്. അത് നോക്കാൻ മണിക്കൂറുണ്ട്. 4+5 ഗൈസ്. ഈ കോഡ് 984 എന്നാണ് ഗൈസ്.
984 അത് പോയി തുറന്നിട്ട് നമുക്കിനി ഇവിടെ എന്താ കോണി എന്ത് 984 ഓക്കെ. നമ്മുടെ കമലനെ അത് നമുക്കത് എടുക്കപ്പെടാൻ തോന്നിയാണ് ഗൈസ്. നമുക്ക് ആ ഒരു ഗണപതിയുടെ അതിവിടെ കണ്ടിരുന്നു നമുക്ക് അപ്ലൈ തോന്നുന്നു 984. നമുക്കിനി ആ പെട്ടി പോയി തുറന്നാണ് ആലോചിച്ചത്. ഈ റൂമിൻ്റെ കളർ തന്നെ മാറിയടി. കമലക്ക് ഈ റൂമിൽ കയറാൻ പറ്റും. അതുകൊണ്ട് തന്നെ കണ്ണട കിടന്ന ശബ്ദം കേൾക്കാൻ പറ്റില്ല. ഭയങ്കര ഈ ശബ്ദം കൂടെ നമ്മളിനി അപ്പുറത്തെ കബോർഡിൽ പോയി വിളിക്കാം. ഇനി ഒളിച്ചിട്ട് അപ്പുറത്ത് എത്തണം. അയ്യോ ഇതുപോലെ കമലങ്ങാണ് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആ സംഭവം എടുത്ത് കമലയുടെ താക്കി ഒരു അടി എടുക്കപ്പെടും. കമലയുടെ പോകുന്ന കഴിയത്തില്ല. കമലങ്ങ ഇവിടെ വിളിച്ചടിച്ചിരിക്കണം. ലക്കെന്ന് പറയുന്നത് എല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഈ പട്ടിനി ഏത് കാട്ടിൽ പോയിരിക്കാൻ നോക്കുന്നുണ്ട്. ഈ സ്പോട്ടിൽ മിക്കവാറും നമ്മുടെ തട്ടോടെ സാധ്യത കൂടുതലാണ്. ഈ ഇത് നമുക്ക് വെക്കേണ്ടിയ കാര്യമാണ്. ഭയങ്കര ശബ്ദമാണ് ഗൈസ്. ആൻഡ് ആ കോഡ് 984 ആ സൗണ്ട് എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അവനെ എന്തായാലും ആ മൂത്തില്ല ഒരു കമലേ നീ എന്തായാലും എന്നാ കൊല്ലും. ചാമ്പർ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. നമുക്കിപ്പോൾ നേരെ പോയാലോ ഉണ്ടായിപ്പോയി. കമലേ നിന്നെ ഞാൻ തളക്കും ഞാൻ നിന്നെ ഹോമം കൊണ്ട് തീറ്റ് പച്ചക്കിട്ട് കത്തിക്കൂടി കഴിവേറി. നമ്മൾ റിസ്ക് എടുത്തിറങ്ങുന്നത് അതിൻ്റെ ഇടയ്ക്കാണ്. കമല ഇവിടെ ക്യാമ്പടിച്ചിരിക്കുവാണ്. ഈ പുള്ളിക്കാരി ഇതുവരെയായിട്ട് ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. നമ്മളിവിടെ വീട് കട്ടിയുന്നുണ്ട്. നമ്മളിവിടെ അരമുക്കാൽ മണിക്കൂറം നമ്മൾ ഇവിടെ ഇരിക്കുക ഇടയിരിക്കുന്ന ഈ കമലാണെങ്കിൽ ഇപ്പം നമ്മളെ വട്ടം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ചേച്ചി ഒന്ന് പോകാവോ? ചേച്ചിക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ബൈബിൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വരും. ഒരു വേറെ രസം എന്ന് വെച്ചാൽ നമുക്ക് ഇനി 2 ലൈഫാണ്. കുഴപ്പമില്ല. ഈ പുള്ളിയാണെങ്കിൽ ഓം നമ്മൾ ചെയ്യണം. കമലാണെങ്കിൽ മറ്റേ ഇങ്ങനെയാണ് കമല ഇറങ്ങിയാണ് കമല പോയെന്ന്. ഇടയിൽ കണ്ടോ നമ്മൾ പോവാൻ പോകുമ്പോൾ ഈ കമലയെ കൊണ്ട് നമ്മളെ നിങ്ങൾക്കല്ലേ ഇവിടെ എന്തെങ്കിലും സ്വർണ്ണം വനം വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകും. എനിക്ക് മറ്റേ ആ തിണ്ണൊക്കെ ഒന്ന് തൂത്തുമായിട്ട് വരാമല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ല. Today will be your doom pandit. ചേച്ചിക്ക് ഇംഗ്ലീഷ് അറിയില്ലേ ചേച്ചി? നമുക്ക് ഹിന്ദി അറിയത്തില്ല ചേച്ചി. ഐ വിൽ ഡെലിവർ യു ടു. നീ എന്ത് പണിയും കാണിച്ചോടി. എൻ്റെ പൊന്നിടാവേ ഒന്നും മിണ്ടായി. നമ്മൾ പുള്ളിക്കാരി പോകാൻ തോന്നി. നമുക്ക് 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാം.
എണ്ണീറ്റല്ലോ അവിടെ നമ്മൾ എണീക്കുമ്പോൾ കമല വരും, നമ്മൾ ഇരിക്കുമ്പോൾ കമല എടുക്കില്ല. നമ്മളെ ഗെയിം എന്തായാലും തീരാറായിരിക്കും. എന്തായാലും പിടിക്കും, അതെന്തായാലും ഉറപ്പാണ്. 9 8 4 ഓക്കെ. പ്രയർ ബുക്ക് കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ആരും കൂടെ കഴിയും. സക്സസ്ഫുള്ളി പ്രയർ ബുക്ക് കിട്ടിയിരിക്കുന്നു. അമ്മയുടെ വായിച്ചെന്ന് ചാടമുള്ള എല്ലാം അതുകൊണ്ട് നമ്മൾ സപ്പോസ് കയറി എന്താണ് ഇല്ലട്ടല്ലോ. നീ എന്നെ വെച്ചാൽ കാണിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. ഒന്ന് ഇറങ്ങി പോയി തരാൻ കൊടുക്കാം. നമ്മളെ ഗെയിം ഏകദേശം കംപ്ലീറ്റ് ആകാനാണ്. ഞാൻ ചാമ്പൂർ പോയിരുന്നു. ചാമ്പൂറും കിട്ടി. ഗെയിം കംപ്ലീറ്റ് ചെയ്ത് ഐ വിൽ ഡെവർ യൂസ്. നീ എന്നെ എന്താ പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. നീ കമ്മ കളിക്കാൻ പോകുന്നു ഗൈസ്. ഗൈസ് കണ്ട ഗൈസ്, ചാമ്പോർ, ഉള്ളി ചാമ്പോർ. നമ്മളിവിടെ ഉണ്ടോ ഇല്ലയോ ഗൈസ്. വീഡിയോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ കളിക്കാൻ പോകും. കമല നീ ഒരു നമ്മളെ ബുക്കൊന്ന് തുറക്കുകയാണ്. കമലേ വാടി വാഴി നല്ല തീറ്റ പറ്റി കൂട്ടിക്കൊടുക്കുന്നതാണ്. വാവ് അത്ഭുതം. കമല ഒറ്റക്കാലം ഓടുന്നു. ഗെയിം കഴിഞ്ഞോ? ഓ
ഈ പുള്ളിയാണ്, ഈ വയസ്സായ പുള്ളിയാണ് നമ്മൾ കാമന നാളിൽ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നത് ആണ് നമ്മൾ. നമുക്ക് നമ്മളെ യൂസ്ഫുള്ളില്ല നമ്മുടെ കണ്ണൊക്കെ അടയും കൈയൊക്കെ മാറുകയും ചെയ്യുന്നു. സോ ഗൈസ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇനി നമ്മുടെ ആ ഒരു ചാലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു നൈറ്റ് മെയർ മോഡ് വന്ന് ഗൈസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ മറ്റേ നൈറ്റ് മെയർ മോഡ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല ഇത് മറ്റേ ഭയങ്കര പാടാണ്. മറ്റേ നമ്മൾ ഐറ്റംസൊക്കെ എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് ഇതുപോലെ മറ്റേ കവണിനകത്ത് മറ്റേ ഒത്തിരി നേരം ഒളിച്ചിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഡാർക്കാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഡാർക്കില്ല, മറ്റേ ഡാർക്ക് കാരണം കാണാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഈ ഡാർക്കും കൂടെ. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ആരും മറക്കരുത്. അപ്പോൾ ശരി, ടാറ്റാ.